അയ്യോ ആൾമാറാത്ത മുഖം മൂടിക്കള്ളൻ എന്റെ പൊന്നു മുഴുവൻ പോയേ. ആക്ഷൻ നിറഞ്ഞ ക്ലൈമാക്സ്, ട്രാജഡിയായ ആന്റി ക്ലൈമാക്സ്, ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി, നല്ല മൂഡ് പറവച്ച, കോമഡിയായ ടെയിൽ എൻഡ്. ആ മഹാമനുഷ്യന് വേണമെങ്കിൽ ഒരു നോക്ക് കണ്ടോളൂ. ജീവനക്കാരോട് എതിർപ്പ് വകവയ്ക്കാതെ ലക്ഷങ്ങൾ വിലയുണ്ടെന്ന് കരുതിയ മാല കവർന്നു. ഒരു മാസത്തേക്ക് ഇനി പണിക്ക് പോകണ്ട. ഇനിയാണ് ട്രാജഡിയായ ആന്റി ക്ലൈമാക്സ്. ഭയങ്കര കോമഡി സാറേ, ഭയങ്കര കോമഡി. ചിരിക്കരുത്. ഉടമകളാണ് ഇവ ദമ്പതികളാണ്. ബിന്ദു എന്നാണ് പേര്. മാഡം എന്താണ് ഞങ്ങൾ ആ ദൃശ്യം കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയി. കണ്ണിലേക്ക് പെപ്പർ സ്പ്രേ ചെയ്തിട്ട് ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ആഭരണം എടുത്തുകൊണ്ട് ഓടുക ചെയ്തത്. ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. സ്വർണം എന്ന് കരുതി അകത്ത് ഡിസ്പ്ലേക്ക് വെച്ച റോൾഡ് ഗോൾഡുമായിട്ട് ഇവിടെ നിന്ന് ഓടിയത്. ഇത് റേഞ്ച് വേറെയാണോ? ഡിസ്പ്ലേക്ക് വെച്ചിരുന്ന ആഭരണം എടുത്തുകൊണ്ട് ഓടുക ചെയ്തത്. പിന്നെ എന്തിനാ നീ നിലവിളിച്ചത്? അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? സ്കൂട്ടർ കൊണ്ട് വന്നിട്ട് കയറ്റിക്കൊണ്ടുപോയി റോഡിൽ ഇറങ്ങിയപ്പോൾ തന്നെ ആക്സിഡന്റ് ആയി. ശരവണ ഭാഗത്തേക്ക് പോയിട്ട് അവിടെ വീണ്ടും ആക്സിഡന്റ് ആയി. നീ എന്തുട്ട് കള്ളന്റെ കണ്ണാടി. പുല്ലെ കള്ളന്മാർക്ക് അവമാനമാണടാ. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധാവസ്ഥയിൽ കിടക്കായിരുന്നു. പ്രതിയെ പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്ന ദൃശ്യങ്ങൾ. പ്രതികളിൽ ഒരാളായ തോമസിനെ പോലീസ് പിടികൂടി. ഇനിയും തല്ലാൻ കൊണ്ടുപോകുന്നെങ്കിൽ ഒറ്റ അടിക്കാൻ തീർത്തേക്കണം. എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെയാണെന്ന് നിറയിക്കാൻ വയ്യ. ഈ പിടികൂടിയപ്പോൾ നാട്ടുകാരുടെ മുഖത്തും ആ പെപ്പർ സ്പ്രേ അടിച്ചു. നീ ഒന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി കിട്ടാൻ കാത്തിരിക്കായിരുന്നടാ. രണ്ടടിച്ച ഒന്ന് ഫ്രീ. തൊട്ടടുത്ത ദിവസം ഇയാളുടെ സഹോദരൻ മാത്യുവും പിടിയിലായി. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു. ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. ഇനിയും ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.